വലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഞാൻ ഇന്നൊരു മനോഹരമായിട്ടുള്ള ഒരു കഥ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞങ്ങളൊക്കെ മദ്രസയിലും സ്കൂളിലൊക്കെ ക്ലാസ്സുകളൊക്കെ എടുക്കുന്നവരും കേൾക്കുന്നവരുമാണ്. എന്നാലും ഒരു ക്ലാസ്സിൽ 3 വിധ കുട്ടികളാണ് ഉള്ളത്. ഒന്നാമതായി ഉസ്താദോ ടീച്ചറോ എന്തൊക്കെയാണോ പറയുന്നത് അത് കൃത്യം പോലെ അനുസരിക്കുന്ന കുട്ടികളും, രണ്ടാമതായി ഉസ്താദ് കുറച്ചൊക്കെ പറയുന്നത് അനുസരിച്ച് കുറച്ചൊക്കെ ഒരു കാതിൽ കേട്ട് മറ്റൊരു കാതിൽ വിടുന്ന കുട്ടികളും, മൂന്നാമതായി എന്തു പറഞ്ഞാലും ഉസ്താദിനെ അനുസരിക്കാത്ത 3 വിഭാഗ കുട്ടികളാണുള്ളത്. അത്തരത്തിലുള്ളതായ കുട്ടികൾക്ക് അതനുസരിച്ചിട്ട് പാഠം എടുക്കലും അവരെ നല്ല വഴിയിലേക്ക് കൊണ്ടുവരലും ഉസ്താദന്മാരെയും മാസ്റ്റർമാരെ അത്യാവശ്യമാണ്. അതായത് ഒരു ഉസ്താദിൻ്റെ ഒപ്പം ഈ 3 കൂട്ടരടങ്ങുന്ന ഒരു സംഘം ഒരു ഉസ്താദിൻ്റെ ഒപ്പം ഇങ്ങനെ യാത്ര ചെയ്യുകയാണ്. അങ്ങനെ രാത്രിയായി ഒരു വലിയൊരു പർവ്വതം കയറി മറ്റൊരു നാട്ടിലേക്ക് യാത്ര ചെയ്യേണ്ടതുണ്ടായിരുന്നു. അങ്ങനെ ഉസ്താദ് പർവ്വതത്തിൻ്റെ പകുതിയായപ്പോൾ കയറി പകുതിയിലേക്ക് എത്തിയപ്പോൾ ഉസ്താദ് പറഞ്ഞു, ഞാനൊരു കാര്യം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ എന്തൊക്കെയാണോ പറയുന്നത് അത് കൃത്യമായി നിങ്ങൾ കേട്ട് അതുപോലെ അനുസരിക്കണമെന്ന് പറഞ്ഞപ്പോൾ ആദ്യത്തെ കുട്ടികൾ ഇൻഷാ അല്ലാഹ് അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് ഉസ്താദ് പറഞ്ഞു, നിങ്ങളുടെ ബാഗിൽ മൊത്തമായി ഞാൻ പറയുന്ന സ്ഥലത്തിലേക്ക് എത്തിയപ്പോൾ നിങ്ങളുടെ ബാഗിലേക്ക് ഞാൻ പറയുന്ന വസ്തു നിറക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ പർവ്വതത്തിൻ്റെ ഒരു ഭാഗത്തിലേക്ക് എത്തിയപ്പോൾ, മലയുടെ ഒരു ഭാഗത്തിലേക്ക് എത്തിയപ്പോൾ ഉസ്താദ് പറയുകയാണ്, നിങ്ങൾ ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന വസ്തുവിനെ നിങ്ങൾ ബാഗിലേക്ക് ഇട്ടോളി എന്ന് പറഞ്ഞപ്പോൾ ആ കൂറിട്ട് ആ കുട്ടികൾക്കൊന്നും അറിയുന്നില്ല എന്താണ് ഇവിടെ ഉള്ളത് എന്ന്. അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ ആദ്യത്തെ ആ സംഘത്തിലുള്ള കുട്ടികൾ അവർ ഉസ്താദ് പറയുന്നത് പോലെ ബാഗിൽ മൊത്തമായി ഉസ്താദ് പറഞ്ഞതുപോലെ എല്ലാ വസ്തുക്കൾ എന്താക്കി ബാഗിൽ ഇടുകയും, രണ്ടാമതായിട്ടുള്ള ആ കുട്ടികൾ അവർ ചിന്തിച്ചു, ഉസ്താദ് പറഞ്ഞതല്ലേ, എന്നാലും കുറച്ചെങ്കിലും ഉസ്താദിൻ്റെ വാക്ക് സ്വീകരിച്ച് കുറച്ചെങ്കിലും ഒരു പകുതി ബാഗാണെങ്കിലും ഞങ്ങളത് ഇടാമെന്ന് പറഞ്ഞ് ബാഗിൻ്റെ പകുതി അവരെന്തായി ആ വസ്തു നിറക്കുകയാണ്. അവസാനത്തെ കൂട്ടരായ വിദ്യാർത്ഥികൾ ഉസ്താദ് പറയുന്നത് കേൾക്കാതെ, ആൾറെഡി എൻ്റെ ബാഗിൽ അധികമുണ്ട് വസ്തുക്കൾ, ഇനി ഇട്ടാൽ ഈ പർവ്വതം കയറാൻ പറ്റൂല എന്ന് പറഞ്ഞുകൊണ്ട് ഒന്നും ഇടാതെ ഇങ്ങനെ പോവുകയാണ്. അങ്ങനെ രാവിലെ ഉസ്താദ് പറയുന്നു, ഇന്നലെ രാത്രി കൂരിട്ടിൽ നിങ്ങൾക്കറിയാതെ നിങ്ങൾ എന്തൊക്കെയാണോ നിങ്ങൾ ബാഗിലിട്ടത് അതിപ്പോൾ ഓപ്പൺ ചെയ്യുക എന്ന് പറയുമ്പോൾ ആ ബാഗ് മൊത്തമായി സ്വർണം അതേപോലെ വൈഡൂര്യങ്ങളെ കൊണ്ട് നിറക്കപ്പെട്ടതാണ്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുക, ആദ്യത്തെ വിദ്യാർത്ഥികളുടെ ആ ഒരു സന്തോഷം എന്തായിരിക്കും, രണ്ടാമതായുള്ള ആ വിദ്യാർത്ഥികൾ ചിന്തിക്കുന്ന കാര്യം എന്തായിരിക്കും, ഇനിയും കൂടി ആ ബാഗ് മൊത്തമായിട്ടും ഞാൻ അത് ഇട്ടിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് ചിന്തിക്കുന്ന കുട്ടികളായിരിക്കും. അതേപോലെ മൂന്നാമതായുള്ള കുട്ടികൾ ചിന്തിക്കുന്നത്, നഷ്ടപ്പെട്ടു പോയല്ലോ, ഉസ്താദിൻ്റെ ഒരു വാക്ക് ഞാൻ സ്വീകരിച്ചിരുന്നെങ്കിൽ എൻ്റെ ബാഗ് മൊത്തമായി സ്വർണം അല്ലെങ്കിൽ വൈഡൂര്യം കൊണ്ട് നിറക്കപ്പെടുമായിരുന്നു എന്ന് ചിന്തിക്കുന്ന കുട്ടികളായി. അതുപോലെ ജീവിതത്തിൽ ഞങ്ങളുടെ ഉസ്താദന്മാരും ഞങ്ങളുടെ ഹിരിയന്മാരും പിതാക്കന്മാരും മാതാക്കന്മാരും ഞങ്ങൾക്ക് പറയുന്നത് കൃത്യമായി അനുസരിച്ച് ജീവിച്ചാൽ ആദ്യം അത് ഞങ്ങളുടെ ജീവിതത്തിൽ വളരെയേറെ ബുദ്ധിമുട്ടുണ്ടെങ്കിലും അത് അവസാനമായി അതിൻ്റെ രുചി ഞങ്ങൾക്ക് മനസ്സിലാകുമെന്നതാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, സുഹൃത്തുക്കൾ, ഇതൊക്കെ ജീവിതത്തിൽ ഈ ഒരു കഥ ജീവിതത്തിൽ ഓർമ്മയിൽപ്പെടുത്തി ജീവിതത്തിൻ്റെ ദിനങ്ങളും ജീവിതത്തിൻ്റെ സംഭവങ്ങളും ഞങ്ങൾ മധുരമായി എടുക്കേണ്ടതുണ്ട്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.